വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. ഈ ആഴ്ചയിൽ തന്നെ 10-60ഓളം പെൺകുട്ടികൾ അവർക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് മൊഴി നൽകുമെന്ന് വെളിപ്പെടുത്തുകയാണ് പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന നടി മിനു മുനീർ. ഹേമ കമ്മിറ്റിയുടെ മിസ്സായ ഏതാനും പേജുകൾ പുറത്തു വരുന്നതോടുകൂടി പ്രമുഖർ എല്ലാവരും കുടുങ്ങുമെന്നും ഇക്കാരണം കൊണ്ടാണ് ഈ പേജുകൾ മറയ്ക്കുന്നതെന്നും അവർ ആരോപിക്കുന്നു. അന്വേഷണ സംഘത്തിനെതിരെ പരാതിക്കാരി ഗുരുതര ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അന്വേഷണ സംഘം നിരന്തരം ശല്യം ചെയ്യുന്നുവെന്നും തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത മാനിക്കാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല എന്നുമാണ് നടി ആരോപിച്ചത്. അപ്പീലിന് പോകുന്നില്ലെന്നറിഞ്ഞപ്പോൾ തന്റെ ആത്മവിശ്വാസം പോയി എന്നാണ് നടി ആരോപിക്കുന്നത്. ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ എന്തുകൊണ്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയില്ല? അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകൾ ആശയക്കുഴപ്പമുണ്ടാക്കി. അതിനാലാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇന്നലെ പൂങ്കുഴലി നേരിട്ടെത്തി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകി. മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണമെന്ന് ആവശ്യപ്പെട്ടതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് SP പറഞ്ഞു. ഇതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അന്വേഷണ സംഘം അപ്പീൽ നൽകിയില്ലെങ്കിൽ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും നടിയുടെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പല വിവാദ വെളിപ്പെടുത്തലുകളും നടി നടത്തിയിട്ടുണ്ട്. താൻ ആരോപണം ഉന്നയിച്ച നടൻ മുകേഷിനോട് മകളുടെ പഠനത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് 25,000 രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ താൻ ഇപ്പോൾ ടൈറ്റിലാണെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്ത് കളഞ്ഞതായും പരാതിക്കാരി വെളിപ്പെടുത്തുന്നുണ്ട്. വീട്ടിലെത്തിയ ബന്ധുവിനോട് അയാൾ ഒരു വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞതോടെ തന്റെ ഫോൺ എടുത്ത് മുകേഷിന് വിളിച്ച ബന്ധു നല്ല തെറി പറഞ്ഞതായും 1 ലക്ഷം രൂപ തരണമെന്ന് നടനോട് ബന്ധു ആവശ്യപ്പെടുകയും ചെയ്തതായും ഇവർ വെളിപ്പെടുത്തുന്നുണ്ട്. 2022 ബന്ധു പണം ആവശ്യപ്പെട്ടത്. എന്നാൽ മുകേഷിനെ കൊണ്ട് 5 പൈസയുടെ ഗുണമുണ്ടായിട്ടില്ല. എന്റെ മക്കളുടെ ഭാവി ഓർത്താണ് മിണ്ടാതിരുന്നതെന്ന് പരാതിക്കാരി മിനു മുനീർ ആരോപിക്കുന്നുണ്ട്. ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് അല്ലെന്നും സിംഗിൾ മദറായ താൻ മക്കളുടെ പഠനത്തിന് വേണ്ടി അന്ന് ആവശ്യപ്പെട്ടതാണ് ഈ പണമെന്നും പക്ഷേ തനിക്കത് ലഭിച്ചില്ല എന്നും ഇന്ന് മക്കൾ അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നത് കൊണ്ടാണ് താൻ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നതെന്നും നടി പറയുന്നുണ്ട്. അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് കനത്ത പ്രഹരമാണ് കഴിഞ്ഞ ദിവസം ഏറ്റത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുത്തുവെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം തുടങ്ങിയെന്നും ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നുമാണ് സർക്കാർ മറുപടി നൽകിയത്. എന്നാൽ സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITക്ക് കൈമാറാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. സമ്പൂർണ്ണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ രേഖകളും സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സാമൂഹിക ഉത്തരവാദിത്തം കണക്കിലെടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വൈകിയതിലെ കാരണം സർക്കാർ വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITക്ക് കൈമാറണം. റിപ്പോർട്ട് പരിശോധിച്ച് SIT സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്.